ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷു റിലീസായി തിയേറ്ററിലെത്തെ വിവിധ സിനിമകളുടെ, പ്രത്യേകിച്ച് 3 മലയാള സിനിമകളുടെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ 5 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 3 മലയാള സിനിമകളിൽ ഏറ്റവും മികച്ച വിജയം കൊയ്തിരിക്കുന്നത് ആലപ്പുഴ ജിംഖാനയാണ്. 2ാം സ്ഥാനത്ത് മമ്മൂട്ടിയുടെ ബസൂക്കയും 3ാം സ്ഥാനത്ത് ബേസിൽ ജോസഫിന്റെ ഭരണമാസമാണ്. ഖാലിദ് റഹ്മാൻ തിരക്കഥ, സംവിധാന, നിർമ്മാണം നിർവഹിച്ച ആലപ്പുഴ ജിംഖാനയിൽ നസ്ലേനാണ് നായകനായി അഭിനയിച്ചിട്ടുള്ളത്. കൂടാതെ ലുക്മാൻ, ഗണപതി, സന്ദീപ് പ്രദീപ്, അനഘ രവി, ഫ്രാങ്കോ ഫ്രാൻസിസ് എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ചിത്രം ആദ്യ ദിവസമായ വ്യാഴം, വെള്ളി എന്നിങ്ങനെ 2 ദിവസങ്ങളിൽ 3 കോടിക്ക് താഴെയായിരുന്നു കേരള കളക്ഷൻ നേടിയെടുത്തിരുന്നത്. എന്നാൽ അടുത്ത ശനി, ഞായർ, തിങ്കൾ എന്നിങ്ങനെ തുടർച്ചയായി 3 ദിവസവും 3 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത് നിലവിൽ ഇന്നലെ വിഷുദിനം വരെയുള്ള ആദ്യ 5 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തത് 15 കോടിക്ക് മുകളിലാണ്. ചിത്രം ആദ്യ 4 ദിവസം കൊണ്ട് GCC മിഡിൽ ഈസ്റ്റ് കളക്ഷനായി മാത്രം 8 കോടി 75 ലക്ഷം രൂപയും ഓവർസീസ് കളക്ഷനായി 11 കോടി 20 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്യുന്നത്. നിലവിൽ ലോകമെമ്പാടുമായി ആദ്യ 5 ദിവസം കൊണ്ട് ആലപ്പുഴ ജിംഖാന കളക്ട് ചെയ്തിരിക്കുന്നത് 32 കോടി റേഞ്ചിലാണ്. വിഷു റിലീസ് വിജയ ചിത്രങ്ങൾക്കുപരിയായി നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടി നായകനായി ടിനോ ടെന്നീസ് തിരക്കഥ സംവിധാനം ചെയ്ത് വിഷു റിലീസായി തിയേറ്ററിലെത്തിയ ബസൂക്ക ആദ്യ 5 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 10 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം ബസൂക്ക ആദ്യ 4 ദിവസം കൊണ്ട് ഗൾഫ് കളക്ഷനായി മാത്രം 7 കോടി 50 ലക്ഷം കളക്ട് ചെയ്തിരുന്നു. ആദ്യ 4 ദിവസത്തെ ഈ സിനിമയുടെ ഓവർസീസ് കളക്ഷൻ 8 കോടി 63 ലക്ഷം രൂപയുമാണ്. നിലവിൽ ലോകമെമ്പാടുമായി ബസൂക്ക 5 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത് 22 കോടിക്ക് മുകളിലുമാണ്. ബേസിൽ ജോസഫ് നായകനായി ശിവപ്രസാദ് സംവിധാനം ചെയ്ത് വിഷു റിലീസായി ഏപ്രിൽ 10 തിയേറ്ററിലെത്തിയ മരണമാസം എന്ന സിനിമയുടെ ആദ്യ 4 ദിവസത്തെ കേരള കളക്ഷൻ 4 കോടി 80 ലക്ഷത്തോളം രൂപയാണ്. വിഷുദിനമായ ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കേരള കളക്ഷനായി കളക്ട് ചെയ്തത് 1 കോടി 43 ലക്ഷം രൂപയാണ്. അങ്ങനെ ആദ്യ 5 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 6 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. മരണമാസിന്റെ ആദ്യ 5 ദിവസത്തെ ഗൾഫ് കളക്ഷൻ 2.5 കോടി രൂപയാണ്. നിലവിൽ ആദ്യ 5 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 10 കോടി റേഞ്ചിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. തല അജിത്ത് നായകനായി അദിക് രവിചന്ദ്ര തിരക്കഥ സംവിധാനം ചെയ്ത ഗുഡ് ബാഡ് അഗ്ലിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്തകൾ പ്രകാരം ചിത്രം തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ബിസിനസ് വഴി മുതൽ മുടക്കം ലാഭവും നേടിയെടുത്തിരുന്നു എന്നതാണ്. ഏകദേശം 250 കോടി റേഞ്ചിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ OTT സാറ്റലൈറ്റ് റൈറ്റ്സ് ഉൾപ്പെടെ 275 കോടി രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത്. ഇനി ഈ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായ ഏറ്റവും പുതിയ വാർത്തകൾ വരുമ്പോൾ ആദ്യ 5 ദിവസം കൊണ്ട് കേരളത്തിൽ 2 കോടി 75 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. തമിഴ്നാട്ടിൽ 4 ദിവസം കൊണ്ട് 85 കോടി കളക്ട് ചെയ്ത ഈ സിനിമ 5ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ചയോടെ 100 കോടി ക്ലബിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. ചിത്രം ലോകമെമ്പാടുമായി ആദ്യ 4 ദിവസം കൊണ്ട് 150 കോടി രൂപയാണ് കളക്ട് ചെയ്തതെങ്കിൽ ആദ്യ 5 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 180 കോടിയോളം രൂപ സ്വന്തമാക്കിയിരിക്കുകയാണ്. മുരളി ഗോപിയുടെ തിരക്കഥയിൽ മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മാർച്ച് 27 തിയേറ്ററിലെത്തി വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് എമ്പുരാൻ. ചിത്രം 19ാം ദിവസമായ വിഷുദിനം കൂടിയായി ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 40 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരുന്നു. നിലവിൽ എമ്പുരാൻ ആദ്യ 19 ദിവസം കൊണ്ട് കേരള കളക്ഷനായി സ്വന്തമാക്കിയിരിക്കുന്നത് 84 കോടി 73 ലക്ഷം രൂപയാണ്. സിനിമയുടെ ഞായറാഴ്ച വരെയുള്ള ആദ്യ 18 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 261 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.